യുദ്ധം സൃഷ്ടിച്ച സ്തംഭനാവസ്ഥയിലും ദുരിതത്തിലുമായിരുന്നു വർഷങ്ങളായി വാർസോണായി മാറിയ യുക്രൈൻ. പക്ഷേ ഏത് ആക്രമണത്തിനിടയിലും ഒരു കാര്യം മാത്രം തടസ്സമില്ലാതെ അവിടെ മുന്നോട്ട് പോയി: തപാൽ പാഴ്സൽ സർവീസുകൾ. ഉക്രൈനിയൻ തപാലോട്ടക്കാരുടെ ദിനരാത്ര സാഹസങ്ങളും യുദ്ധമുഖത്ത് ജോലി ചെയ്ത് അവർ നേരിടേണ്ടി വന്ന വെല്ലുവിളികളും ആ നിശ്ചയദാർഢ്യവും കേട്ടെഴുതിയിരിക്കുകയാണ് ബ്രിട്ടീഷ് മാധ്യമമായ ദ ഗാർഡിയൻ. നെക്സ്റ്റ് ഡേ ഡെലിവറി, നോ വെപ്പൺസ് അലൗഡ്. ഉക്രൈൻ തപാൽ സർവീസിന്റെ പ്രധാന വാചകമാണിത്. യുദ്ധഭീതിയുടെ കാലത്തും ലോകത്തെ അതിശയിപ്പിച്ചിരിക്കുന്നു യുക്രൈൻ തപാൽ സേവനങ്ങൾ. റഷ്യൻ ആക്രമണത്തിന്റെ അവശേഷിപ്പുകളിലൂടെ നടന്നു നീങ്ങി ഡെലിവറിക്കായി മേൽവിലാസക്കാരന് അവിരാമം തേടിയെത്തുന്ന പോസ്റ്റൽ കൊറിയർ സർവീസുകൾ. അതിലുണ്ട് എല്ലാ കൗതുകങ്ങളും. യുക്രപോഷ്ത എന്ന യുക്രൈൻ നാഷണൽ പോസ്റ്റൽ സർവീസും നോവാ പോഴ്സ എന്ന പ്രധാന സ്വകാര്യ റെയിൽ പോസ്റ്റൽ സർവീസും യുദ്ധത്തിനിടയിലും സക്രിയമായി പ്രവർത്തിച്ചു. നോവാ പോഴ്സ പ്രധാന നഗരങ്ങളെ തലസ്ഥാനവുമായി യൂറോപ്പിലുടനീളം ദശലക്ഷക്കണക്കിന് യുക്രൈൻ അഭയാർത്ഥികളെയും ബന്ധിപ്പിച്ചു. വീട്ടുസാമാനങ്ങൾ മുതൽ പലതും ഏത് അപകടാവസ്ഥയിലും അവരെത്തിച്ചു. യുക്രൈനിൽ നിന്ന് 10 മൈൽ അകലെ കിഴക്കൻ നഗരമായ ഖർക്കീവിന്റെ പ്രാന്തപ്രദേശങ്ങളിലെ പോസ്റ്റ് ഓഫീസുകളിലടക്കം ശൈത്യം വിഴുങ്ങിയിട്ടും ആക്രമണ ഭീതിക്കിടെ അവർ പണിയെടുത്തു. നഗരത്തെ അർദ്ധരാത്രികളിൽ ബാലിസ്റ്റിക് മിസൈലുകൾ പിടിച്ചുകുലുക്കിയിട്ടും രാവിലെ അവർ ജോലിക്കെത്തി. ഫോൺ ചാർജിംഗ് സ്റ്റേഷനും ചെറിയ വർക്കിംഗ് സ്പേസുമുള്ള തപാൽ സർവീസ് ബ്രാഞ്ചുകളാണ് യുക്രൈനിലെങ്ങും. കറണ്ട് പോയാൽ ജനറേറ്ററുണ്ട്, വസ്ത്രം മാറുന്നൊരു മുറി, വാഷ്റൂം, ബാക്കിയെല്ലാം സാധനങ്ങൾ കൂട്ടിയിട്ട ഇടം, ചില ക്യാപ്സൂൾ ബോംബ് ഷെൽട്ടറുകൾ. പലപ്പോഴും മരണത്തിൽ നിന്നത് കഷ്ടിച്ച് അവരെ രക്ഷിക്കും. യുദ്ധത്തിനും അതിജീവനത്തിരക്കുമിടെ പോസ്റ്റൽ ജോലികൾ ചെയ്യുന്ന മനുഷ്യർ. പാഴ്സലുകൾ പരിശോധിക്കൽ ദുഷ്കരമായിരുന്നു എന്നവർ പറയും. കൊറിയർ ബോംബ് ഭീഷണി അടക്കം നേരിടണം. എന്നിട്ടും റഷ്യ യുക്രൈൻ യുദ്ധം കനത്ത ദിവസങ്ങൾക്കപ്പുറവും ഇപ്പുറവും പോസ്റ്റ് ഓഫീസുകൾ തുറന്നു പഴയ പോലെ പ്രവർത്തിച്ചു. ശൈത്യകാല ഗ്രിഡ് ടയറുകൾ, ടിവികൾ. റോഷൈൻ എന്നെഴുതിയ മുൻ പ്രസിഡന്റ് പൊറോഷെങ്കോയുടെ ഉടമസ്ഥതയിലുള്ള ചോക്ലേറ്റ് ബ്രാൻഡ് ബോക്സുകൾ, മടക്കാവുന്ന കിടക്ക, കാർ നമ്പർ, യുക്രൈനിയൻ സ്കിൻ കെയർ ബ്രാൻഡ് പാക്ക്, ഒരു കൂട്ടം റെക്സാസുകൾ, ഒരു പ്രാം, ഒരു വാക്യൂം ക്ലീനർ, ഒരു റസൽ ഹോബ്സ് മൾട്ടി കുക്കർ, സ്റ്റാർലിങ്ക് സാറ്റലൈറ്റ് അസംബ്ലിംഗ് യൂണിറ്റ്. ഇങ്ങനെ നിത്യജീവിത സാമാനങ്ങൾ നിറഞ്ഞുകിടപ്പുള്ള കൊച്ചു പാർസൽ ഓഫീസുകൾ യുക്രൈൻ യുദ്ധകാലത്തെ ജീവിത നിശ്ചലതയെ പലപ്പോഴും ചലനാത്മകമാക്കി. ജീവനക്കാരെ നിയമിക്കുന്നത് വെല്ലുവിളിയാണെന്ന് നോവാ പോസ്റ്റക്കാർ പറയും. റഷ്യൻ അധിനിവേശത്തിൽ ജീവനക്കാരുടെ സുരക്ഷ വെല്ലുവിളിയായി. നോവാ പോസ്റ്റയുടെ 4000 ജീവനക്കാരിൽ 10% പേരെ സൈന്യം നിർബന്ധിത ജോലിക്കെടുത്തു. 22 തപാൽ ജീവനക്കാർ നഗരങ്ങളിൽ. സൈന്യത്തിലേക്ക് പോയ മൊത്തം തപാൽ സർവീസുകാരിൽ 218 പേരും യുദ്ധമുഖത്തും കൊല്ലപ്പെട്ടു. എന്നിട്ടും തപാലുകൾ മുടങ്ങിയില്ല. വാഴ്സോയിലെയും ബെർലിനിലേക്കും വരെ സർവീസുകളെത്തി. 2022 നവംബർ 12 റഷ്യൻ പിൻവാങ്ങലിന് തൊട്ടടുത്ത ദിവസം കേഴ്സണിൽ നിന്ന് ലോറികൾ വന്നു. പരിസരം മൈനുകളിൽ നിന്ന് സുരക്ഷിതമോ എന്നറിയാത്ത സ്ഥിതി. ട്രെയിനുകൾക്ക് നേരെ റഷ്യൻ ആക്രമണം കടുപ്പിച്ച പ്രതിസന്ധിയുടെ സമയം. 800ഓളം തവണ ട്രെയിനുകൾക്ക് നേരെ റഷ്യ ആക്രമണം നടത്തിയെന്നാണ് ദ ഗാർഡിയൻ പറയുന്നത്. 3000 ട്രെയിൻ ഭാഗങ്ങൾ കേടുപാടുണ്ടായി. എന്നാലും ജോലി തുടർന്നുവെന്നാണ് ഈ തപാലുകാർ പറയുന്നത്. ജൂലിയ കൊച്ചറ്റോവയുടെ ഫോട്ടോഗ്രാഫ് മികവോടെ ഖർക്കീവിലും കീവിലും നിന്ന് ഷാർലറ്റ് ഹിഗിൻസും മരിയാന മാഡ്വിച്ചുക്കും അനുതാപ മധുരത്തിലെഴുതിയ ഈ ഫീച്ചറിലെ അവസാന വാചകം ഇങ്ങനെയാണ്: തപാൽ ഉക്രൈൻ ജനതയുടെ ഞരമ്പുകളിലൂടെ സഞ്ചരിക്കുന്നു. ഒടുവിൽ ആ മനുഷ്യരെ തേടി ആശ്വാസത്തിന്റെ പുതിയ സമാധാന കരാറും വന്നിരിക്കുന്നു ഉക്രൈനിൽ.